റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ എല്ലാ സ്ഥലത്തും, എല്ലാ മഹല്ലുകളിലും, ഗ്രാമാന്തരങ്ങളിലും എവിടെ നോക്കിയാലും റസൂലുള്ളാഹിൻ്റെ പ്രകീർത്തനങ്ങളാണ്. ഇതുപോലെ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശറഫാക്കപ്പെട്ട ആൾ. എല്ലാ നിലക്കും ബഹുമാനമാണ്. എല്ലാ നിലക്കും അല്ലാഹു തആല ബഹുമാനിച്ച നേതാവ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം, അതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഏത് ഘട്ടങ്ങൾ വരുമ്പോഴും മനുഷ്യൻ സബറുള്ളവനായിത്തീരണം. അല്ലാഹു തആല നമുക്ക് നൽകുന്ന സന്തോഷം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സബറുള്ളവരായിത്തീരുക. അല്ലാഹു തആല സന്തോഷഘട്ടം വരുമ്പോൾ നമ്മൾ ശുക്ർ ചെയ്യുന്നു, വിഷമഘട്ടം വരുമ്പോൾ നമ്മൾ അല്ലാഹുവിന് സബർ ചെയ്യുന്നു. സബർ രണ്ടും ഒരു മുഅ്മിനായ മനുഷ്യനിൽ സമ്മേളിക്കണം. സന്തോഷഘട്ടത്തിൻ്റെ ഘട്ടം വരുമ്പോൾ ശുക്ർ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല എന്ത് നിഅമത്തുകൾ നൽകിയാലും അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് നൽകിയല്ലോ, ശുക്റുള്ളവരാവുക. സന്തോഷം നമുക്കറിയാം. നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടി, അങ്ങനെ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ ഒരു ഘട്ടമാണ്. മക്കളില്ലായിരുന്നു, അല്ലാഹു മക്കളെ തന്നു, സന്തോഷമാണ്. അതുപോലെ തന്നെ മക്കൾ നല്ല നൗബത്തിലായി കൊണ്ട് വളർന്നു വരുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു ബിസിനസ് നടത്തി നല്ല റാഹത്തുള്ള ലാഭം കിട്ടി, അൽഹംദുലില്ലാഹ്. അങ്ങനെ തുടങ്ങി നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിൻ്റെ ഘട്ടങ്ങൾ വരും. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അങ്ങനെ തുടങ്ങി സന്തോഷം വരും. സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുക എന്നത്. കാരണം ഒരു മനുഷ്യൻ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്നേഹിക്കേണ്ട നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ബാപ്പയേക്കാൾ, സ്വന്തം ഉമ്മയേക്കാൾ, മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനാണ്, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ഹുദൂരിയത്ത്, ഇതിലാണ് ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾക്ക് സന്തോഷമുണ്ടാകുക. സന്തോഷമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യും. അല്ലാഹു തആല പ്രത്യേകമായി റസൂലുള്ളാഹിനെ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. റസൂലുള്ളാഹി ഭയങ്കര ബഹുമാനം അല്ലാഹു തആല കൊടുത്തതാണ്. നബിയെ, തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ. ധാരാളം അർത്ഥങ്ങളുള്ളൊരു വചനമാണിത്. കൗസർ നൽകിയിരിക്കുന്നു, ഉമ്മത്തിൻ്റെ വർധനവ് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുക, അവിടുത്തെ വരദാനങ്ങൾ പാടിപ്പുകഴ്ത്തുക, മദ്ഹുകൾ പറയുക, ഇതൊക്കെയാണ് മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ ജീവിതങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബീഉൽ അവ്വലിൽ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ നബിദിനാഘോഷത്തിൻ്റെ തിരക്കിലാണ് എല്ലാ മഹല്ലുകളും, എല്ലാ പ്രഭാഷകന്മാരും, എല്ലാ എഴുത്തുകാരും, എല്ലാവരും റസൂലുള്ളാഹിൻ്റെ ജന്മദിനത്തിന് വരവേൽക്കുവാൻ മഹല്ലുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അതിനൊരു രൂപരേഖ തയ്യാറാക്കുക. നബിദിനാഘോഷ പരിപാടികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ട് പലപ്പോഴും പല സ്ഥലത്ത് പോയാലും ഒരു രൂപരേഖയില്ലാത്തത് കൊണ്ട് അതൊരു റാഹത്തായി തോന്നാറില്ല. നബിദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോർമുല നമുക്ക് തയ്യാറാക്കാം. ഒന്നാമതായി കുട്ടികളുടെ പരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ, അവരുടെ പാട്ട്, പ്രസംഗം തുടങ്ങിയതെല്ലാം നമുക്കറിയാം. കുട്ടികളെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. കുട്ടികളോട് വല്ലാത്ത സ്നേഹമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് മക്കളെ കിട്ടിയാലും ആരംഭ റസൂൽ മടിയിലിരുത്തും, ഒന്ന് കളിപ്പിക്കും. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഭയങ്കര വാത്സല്യമായിരുന്നു. സത്യത്തിൻ്റെ ദൂതരെ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കുട്ടികളുമായുള്ള ഇടപെടലുകൾ. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ റബീഉൽ അവ്വൽ 12 ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് പാട്ടും പ്രസംഗങ്ങളും കൊടുത്ത്, എന്നിട്ട് കുട്ടികളുടെ കലാവാസനകളെ നമ്മൾ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കുക. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതിന് ദഫ്മുട്ട്, അതുപോലെ തന്നെ നല്ല മദ്ഹ് പാട്ടുകൾ കുട്ടികൾക്ക് പാടിക്കൊടുക്കുക. അതുപോലെ തന്നെ പ്രസംഗം, റസൂലുള്ളാഹിനെ പറ്റിയുള്ള മദ്ഹ് പഠിപ്പിക്കുക. ഒരു പേജ് മതി. ആ ഒരു പേജാണെങ്കിൽ ആ പേജ് ഭംഗിയായി സരളമായി അവതരിപ്പിക്കുവാൻ കഴിവ് കൊടുക്കുക. അങ്ങനെ കുട്ടികൾ ആ പാട്ടോ പ്രസംഗമൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ മേലുള്ള കവിതകൾ പഠിച്ച്, അതൊരു സ്റ്റേജിൽ വന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്ന രംഗം കാണുമ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അത്. അവർ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുമ്പോൾ, കുട്ടികൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഇങ്ങനെ പാടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർക്കുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അത് നമ്മുടെ മദ്രസയിലൊക്കെ എല്ലാ ഉസ്താദുമാരും, ദറസിലെ ഉസ്താദുമാരും ഒക്കെ അത് ചെയ്തു വരുന്നു. കാരണം ആ കുട്ടികളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ. നാളത്തെ പ്രഭാഷകന്മാരും നാളത്തെ എഴുത്തുകാരും നാളത്തെ മാധ്യമങ്ങളും അവരാണ്. അപ്പോൾ അവർക്ക് ദർസുകളിൽ നിന്നുകൊണ്ടുള്ള പ്രോത്സാഹനം, മദ്രസകളിൽ നിന്നുള്ള പ്രോത്സാഹനം, അത് ഭയങ്കര സംഭവമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതിൽ ഒരു ഘട്ടമാണ്, ഒന്നാം ഘട്ടം ഘോഷയാത്ര എന്നുള്ളത്. ഘോഷയാത്രയിലും നേരത്തെ തന്നെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറലാണ്. അപ്പോൾ ഒരു ഘോഷയാത്ര പോകുമ്പോൾ നല്ല അച്ചടക്കത്തിലായി, നല്ല അദബിലായി, നല്ല റാഹത്തോടുകൂടെയുള്ളൊരു യാത്ര, സ്നേഹത്തിൻ്റെ വിളംബരമാണത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അതങ്ങനെ ചൊല്ലി റസൂലുള്ളാഹിൻ്റെ മദ്ഹും പാടി ഇങ്ങനെ രക്ഷിതാക്കളുണ്ട്, കാരണവന്മാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളെല്ലാവരും ചേർന്നുകൊണ്ട് അങ്ങനെ ശാന്തമായുള്ള യാത്ര. ഈ ഘോഷയാത്ര നമ്മൾ ഒരുങ്ങുമ്പോൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഘോഷയാത്രക്ക്. ഞാനെൻ്റെ പ്രസംഗത്ത് പറയാറുണ്ട്, നല്ല മൈക്ക് സെറ്റ് വേണം.
ആരംഭ റസൂലിൻ്റെ മദ്ഹ് പറയാൻ നല്ല മൈക്ക് സെറ്റ് വേണം, എല്ലാം ഭംഗിയിൽ വേണം. ആരെ മദ്ഹാണ് പറയുന്നത്? സയ്യിദനാ വ ഹബീബനാ റസൂലുള്ളാഹ്, ലോകത്തെ മൊത്തം സൃഷ്ടിക്കുവാൻ കാരണഭൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ മദ്ഹ് പാടാൻ. ചിലപ്പം വല്ലപ്പോഴൊക്കെ ഘോഷയാത്രയൊക്കെ പഴയ മൈക്ക് സെറ്റായിട്ട് ഘോഷയാത്ര പോകുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കും. അങ്ങനത്തെ വർക്ക് ചെയ്യാത്തൊന്നും വാങ്ങരുത്. നല്ല ടോപ്പ് മൈക്ക് സെറ്റ് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഘോഷയാത്രയിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റിക്കാർ, ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാൻ ചിലപ്പോൾ അങ്ങനെ ഘോഷയാത്രക്കല്ലേ അത് മതി എന്ന് പറയും. ആ പഴയ മൈക്ക് സെറ്റ് എടുത്ത്, സോറി, നല്ല മൈക്ക് സെറ്റ്, നല്ല ഓപ്പറേറ്ററും വച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഇങ്ങനെ പാടുക. അല്ലാഹ് അല്ലാഹ്, അത് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഘോഷയാത്രയിൽ പലപ്പോഴും ഘോഷയാത്രയുടെ മുമ്പിലൊരു ബാനർ പിടിക്കാറുണ്ട്. ആ ബാനർ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ വർഷങ്ങളോളം പഴക്കമുള്ള ബാനർ മടക്കി വെച്ചിട്ട് അതൊരു ഓയനോവറായിട്ട് കാണാൻ അഭംഗിയുള്ളതായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നല്ല സൂപ്പർ ബാനർ. ആരംഭ റസൂലുള്ളാഹിൻ്റെ ഘോഷയാത്രയുടെ പരിപാടിയാണ്. ഒക്കെ സെറ്റപ്പിലായിരിക്കും. നല്ല ബാനർ പിടിച്ചിട്ട് അതിൽ നല്ലൊരു എഴുത്ത് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് എഴുതുക. മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നല്ല എഴുത്തെഴുതിയിട്ട് ഭംഗിയായി ശാന്തമായൊരു യാത്ര, ഘോഷയാത്ര. അതിൽ ആ ഘോഷയാത്ര ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കും. ആരംഭ റസൂലുള്ളാഹിൻ്റെ മദീനയിലേക്കുള്ള വരവിൻ്റെ ഓർമ്മകളാണ്. റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ നിന്നുകൊണ്ട് മദീനയിലേക്ക് വരുമ്പോഴേക്ക് മദീനക്കാരെല്ലാവരും ഒരുങ്ങി, എല്ലാവരും ആരംഭ റസൂലാകുന്ന പൂമുത്തിനെന്ന് കാത്തിരിക്കുകയാണ്, ആ മുഖമൊന്ന് ദർശിക്കാൻ. അല്ലാഹ് എല്ലാവരും ചൊല്ലി ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദായി. എല്ലാവരും റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഇങ്ങനെ ചൊല്ലി ആ ഓർമ്മകളാണ്. അപ്പോൾ ഘോഷയാത്രയിൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ പാടിങ്ങനെ പോകുമ്പോൾ ശാന്തമായ യാത്ര. പരമാവതായി എല്ലാ നിലക്കും നമ്മൾ പരമാവധി റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞും പാടിയും റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറുക. അങ്ങനെ ഘോഷയാത്രയ്ക്ക് പോകുന്ന വഴിയിൽ പഴയ കാലത്തൊക്കെ എല്ലാവരും നല്ല ഭക്തിയായിട്ട്, നല്ല ഉണ്ടെങ്കിൽ നല്ല വെള്ള ഷർട്ടൊക്കെ ധരിച്ച്, ഉപ്പമാരൊക്കെ തലയിൽ തൊപ്പിയും അല്ലെങ്കിൽ ടവലൊക്കെ കെട്ടി ഭംഗിയായൊരു യാത്ര. അതിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന്, കുട്ടികളും രക്ഷിതാക്കളും ചേർന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പഴയകാല ഓർമ്മകൾ അങ്ങനെ പാടും. നബിയുള്ളാനെ പെറ്റരാവ് പൂർണ്ണചന്ദ്രൻ മങ്ങിടുന്നേ റഹ്മത്തുല്ലിൽ ആലമീന പൂർണ്ണ സൂര്യനുദിച്ചിടുന്നേ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം സലാം അലൈക്കും. നബിയുള്ളാനെ പെറ്റരാവ് പൂർണ്ണചന്ദ്രൻ മങ്ങിടുന്നേ റഹ്മത്തുല്ലിൽ ആലമീന പൂർണ്ണ സൂര്യനുദിച്ചിടുന്നേ യാ നബി സലാം യാ റസൂൽ സലാം അലൈക്കും. അതങ്ങനെ പാടി റസൂലുള്ളാഹിൻ്റെ മദ്ഹ് അങ്ങനെ പാടി. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹസ്
അങ്ങനെ ചൊല്ലിങ്ങനെ പോകും. വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ പല സ്ഥലത്തും സ്വീകരണങ്ങളുണ്ടാവും. പായസങ്ങൾ, മിഠായികൾ, ചിലപ്പോൾ ചായയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരും നാട്ടുകാരൊക്കെ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ മറന്നു പോകരുത്. അവിടുന്ന് സൽക്കാരം ഉണ്ടാകുമ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് കാപ്പിയോ പായസമൊക്കെ കുടിച്ച് പിന്നെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് യാത്ര. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ കടലാസ് ഒന്നും വലിച്ചെറിയാതെ അതൊക്കെ സംഘാടകരൊക്കെ സെറ്റപ്പോടുകൂടെ പായസം കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സുകളൊക്കെ ഒരു കവറിലേക്ക് ആക്കി വെക്കുക. അങ്ങനെ എല്ലാം ഒരു തർത്തീബിലായിരിക്കണം ഘോഷയാത്ര. ഒരു ചിട്ടയിലാകുമ്പോൾ ആളുകളൊക്കെ പറയും നല്ല ചിട്ടയിലായി നല്ല ഭംഗിയിലായിരുന്ന പരിപാടി. അതും ഘോഷയാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ വീക്ഷിക്കാൻ പല നാട്ടുകാരും പല ആളുകളും ഉണ്ടാകും. അപ്പം നമ്മുടെ ചിട്ടയും നമ്മളുടെ ആ ഒരു സ്നേഹവും ആ ഒരുമയും ആ ഐക്യവും ഒക്കെ മുത്ത് റസൂലുള്ളാഹിൻ്റെ നിന്നുള്ള കിട്ടിയതാണ്. അത് സമൂഹത്തിന് പ്രസരിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ ഘോഷയാത്രയിലൊക്കെ പായസം കിട്ടിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കുടിക്കുക. ഇരുന്ന് കുടിച്ചിട്ട് ആ പായസം തന്ന ആളുകൾക്ക് നമ്മൾ നല്ലൊരു ദുആ കൊടുക്കുക. അതുപോലെ നമ്മളെ കാത്ത് നിന്നതാണ് പായസം തരാൻ, അല്ലെങ്കിൽ മിഠായി തരാൻ, അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ എന്തോ അത് തരാൻ. ആരംഭ റസൂലിൻ്റെ ഓർമ്മകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അപ്പോൾ ഘോഷയാത്ര വളരെ റാഹത്തോടുകൂടെ ഘോഷയാത്ര നമുക്ക് നടത്താൻ കഴിയും. അതിൽ തന്നെ മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക. പരസ്പരം സ്നേഹിക്കുവാനും എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്ന താമസിക്കുന്നൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ രാജ്യം നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യം. ഇന്ത്യ രാജ്യം വ്യത്യസ്തങ്ങളായ മതങ്ങളും ഭാഷകളും അങ്ങനെ സംസ്കാരങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ രാജ്യം. എല്ലാവരും മതമൈത്രി കാത്തു സൂക്ഷിക്കാനുള്ള സന്ദേശങ്ങളും ഈ നബിദിനത്തിൽ നമ്മൾ കൊടുക്കുക. എന്നിട്ട് സമാധാനത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുക. ഘോഷയാത്ര ഗംഭീരമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്ദേശം നമ്മൾ ലോകത്തിന് കൈമാറുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഘോഷയാത്ര ശ്രദ്ധിക്കാനുള്ളത്, വലിയ ഘോഷയാത്രയാകുമ്പോൾ സ്വാഭാവികമായും ബ്ലോക്ക് വരും. വാഹനത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ചില മഹല്ലുകളിലൊക്കെ ധാരാളം വലിയ നീണ്ട ക്യൂ ഉണ്ടാവും, വരികളായിരിക്കും. അപ്പം നമ്മുടെ ഒരിക്കലും തന്നെ ബ്ലോക്കാക്കിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ല. നബി തങ്ങൾ പറഞ്ഞത് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ തടസ്സങ്ങൾ നീക്കണമെന്നാണ്. സയ്യിദനാ വ ഹബീബനാ റസൂലുള്ളാഹ്. അപ്പം നമ്മൾ ഒരിക്കലും ബ്ലോക്കാക്കരുത്. അതിന് വളണ്ടിയേഴ്സിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ബ്ലോക്കാക്കാത്ത രൂപത്തിൽ. കാരണം ആംബുലൻസിന് പെട്ടെന്ന് പോകേണ്ടി വരും, മറ്റ് രോഗികളുണ്ടാകും, പെട്ടെന്ന് പോകേണ്ട യാത്രക്കാരുണ്ടാകും. അവരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഘോഷയാത്ര പോകുമ്പോൾ നമ്മൾ ഗതാഗത സൗകര്യങ്ങൾ നേരത്തെ അത് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിന് വളണ്ടിയേഴ്സിനെ ഏർപ്പാട് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ ഒരു സെറ്റപ്പിലാണ് റബീഉൽ അവ്വൽ നമ്മുടെ ഘോഷയാത്ര പരിപാടികളാകുമ്പോൾ നമുക്കത് ടെൻഷൻ വരില്ല. മറ്റൊന്ന് റസൂലുള്ളാഹിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ എല്ലാ നിലക്കും ഒരു ഒരുങ്ങിയിട്ട് തന്നെ വേണം. ഘോഷയാത്രയും നബിദിനത്തിൻ്റെ എല്ലാ പരിപാടികളും ഒരുങ്ങി തന്നെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം. ഞാനിത് റബീഉൽ അവ്വൽ നമ്മൾ 12-ന് മുമ്പ് തന്നെ അങ്ങ് പറയുന്നത്. റബീഉൽ അവ്വൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് സ്റ്റേജ് പ്രോഗ്രാം. കുട്ടികളുടെ പാട്ടുകൾ, പ്രഭാഷണങ്ങൾ,
കവിത, അങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഭയങ്കര സംഭവമാണ്. അതിൽ നമ്മൾ ഉസ്താദുമാർക്ക് നമ്മൾ നല്ലോണം നമ്മൾ അഭിവാദ്യങ്ങൾ കൊടുക്കണം, അവരോട് സന്തോഷം പറയണം. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രഭാഷകനാകുന്നത് ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരുടെ തലോടലുകളിലൂടെയാണ്. അപ്പം ഒരു 10 വരി എഴുതി കൊടുത്തു, അത് മനപ്പാടാക്കി അതങ്ങ് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു 20 വരിയായി. അങ്ങനെ ആ കുഞ്ഞിമോൻ വന്നിട്ട് ഒരു സമൂഹത്തിലേക്ക് നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ, ഉസ്താദുമാരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രഭാഷണം തുടങ്ങി. അങ്ങനെ കുട്ടികളിങ്ങനെ വളർന്നു വലുതാകും. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പം അതിന് നമ്മുടെ ഉസ്താദുമാരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേജ് പരിപാടിയിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരും ഒക്കെ അറിയാനാണ്. അതായത് സ്റ്റേജ് പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് ഒരു അധ്യക്ഷനുണ്ടാവും, ഖിറാഅത്ത്, സ്വാഗതം, പിന്നൊരു ഉദ്ഘാടനം, അത്ര മതിയാവും. അധ്യക്ഷൻ ഏറി വന്നാൽ ഒരു 5 മിനിറ്റ് പറയാം. അതുപോലെ തന്നെ ഒരു സ്വാഗത ഭാഷണം എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറി ആയിരിക്കുമല്ലോ, അതൊരു 5-8 മിനിറ്റ് ചുരുക്കുക. കാരണം മിക്കവാറും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് രക്ഷിതാക്കളൊക്കെ വന്ന് വലിയ മജ്‌ലിസായിരുന്ന് ആ ഇരുത്തത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ചില സ്ഥലത്തൊക്കെ രക്ഷിതാക്കളെല്ലാവരും വന്ന് ഇരുന്നിട്ട് അധ്യക്ഷനൊരു അരമണിക്കൂർ, സ്വാഗതം ഒരു അരമണിക്കൂർ, ഉദ്ഘാടനം അരമണിക്കൂർ, ഉത്ബോധനം അരമണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ തന്നെ പോയി. ഈ രക്ഷിതാക്കളൊക്കെയും ഇങ്ങനെ ഇരിക്കുകയാണ്. അവരെന്തിനാണ് വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അവർ നമ്മുടെ കുട്ടികളുടെ പാട്ടും പ്രസംഗവും കേൾക്കാൻ വേണ്ടി ആവേശത്തോടെ വന്നതാണ്. അപ്പോൾ അവരെ പരിഗണിച്ചേ പറ്റൂ. അപ്പം നിർബന്ധമായും കമ്മിറ്റി ഭാരവാഹികളോ എല്ലാവരും ഒരു 5 മിനിറ്റിൽ നമ്മുടെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുക. കാമ്പുള്ളത് മാത്രം പറഞ്ഞാൽ മതി. പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഒരു നബിദിന പരിപാടിയിലേക്ക് രക്ഷിതാക്കൾ ആ നാട്ടിലെ മിക്കവാറും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ടാവും, ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടാവും. ഓലൊക്കെ ആവേശത്തോടെ വന്നവരാണ്. ആവേശത്തോട് വന്നിരിക്കുന്നൊരു സമൂഹത്തിനോട് ഒരിക്കലും കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും ഉണ്ടാവരുത്. ആവേശത്തോടെ വന്നിരിക്കുന്ന രക്ഷിതാക്കളോട് നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്, നമ്മൾ പരിപാടി സംഘടിപ്പിച്ചു, നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് രക്ഷിതാക്കളൊന്ന് സന്തോഷപ്പെടുത്തുക. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പല മഹല്ലുകളിലും അങ്ങനെ കുട്ടികളുടെ പരിപാടിയെ കാണാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ നാട്ടിലുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ മൈക്ക് കെട്ടി ഇങ്ങനെ സ്റ്റേജ് വന്നിങ്ങനെ പറയുക. രക്ഷിതാക്കൾക്ക് ചടപ്പ് വന്നു പോകും, പിന്നെ പരിപാടിക്ക് വരാൻ കഴിയില്ല. അങ്ങനെ പാടില്ല. നമ്മുടെ രക്ഷിതാക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അൽഹംദുലില്ലാഹ്, ഞങ്ങളൊക്കെ വന്നല്ലോ, നമ്മുടെ കുട്ടികളുടെ കലാപരിപാടിയാണ്, പാട്ടും പ്രസംഗമൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരൊന്ന് സന്തോഷപ്പെടുത്തുക. ഒരു 5 മിനിറ്റ് മതിയായി. ആ 5 മിനിറ്റിൽ അധ്യക്ഷൻ 5 മിനിറ്റ് കൊണ്ട് സ്വാഗത ഭാഷണത്തിലാണ് മിക്കവാറും. ചിലപ്പോൾ മഹല്ല് സെക്രട്ടറി ആയിരിക്കും, ഒരുപാട് വരിസംഘൻ്റെ വിഷയം പറയാനുണ്ടാവും, ഉസ്താദുമാരെ ഭക്ഷണത്തിൻ്റെയും ചെലവിൻ്റെയും പറയാനുണ്ടാവും, കഴിഞ്ഞ കൊല്ലത്തെ എന്തെങ്കിലും ബാലൻസിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മജ്‌ലിസിൽ പറയാൻ നിൽക്കരുത്. ഇത് ആരംഭ റസൂലിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട മജ്‌ലിസാണ്. അവിടെ നമ്മൾ നല്ല അവരെയും സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ, മറ്റേത് കാര്യങ്ങളും അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്ന് വാട്സപ്പിലൂടെ പറയാൻ സംവിധാനം ഉണ്ടല്ലോ. മൈക്കിൻ്റെ മുമ്പിൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് കേൾക്കാനാണ്, കുട്ടികളുടെ മദ്ഹ് അവരിങ്ങനെ പാടുന്ന റസൂലിൻ്റെ മദ്ഹ് പാടുന്ന കേൾക്കാൻ വന്നവരാണവർ.
അവരോട് പോരായ്മകളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ അവരെ വേദനിപ്പിക്കരുത്, സന്തോഷം പറയുക. ആകയാൽ അധ്യക്ഷൻ പ്രസംഗം തുടങ്ങി. അൽഹംദുലില്ലാഹ്, നിങ്ങളെല്ലാവരും വന്നു. നമ്മുടെ പരിപാടി ഗംഭീരമാണ്. നിങ്ങളൊക്കെ പൂർണ്ണമായി എല്ലാത്തിനും സഹകരിക്കണം. എല്ലാ ദീനീ കാര്യങ്ങൾക്കും നിങ്ങളുടെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രോത്സാഹനം കൊടുത്ത് ഒരു ഖിറാഅത്തിന് വേണ്ടിയിട്ട് വിളിക്കുക. ഖിറാഅത്തിന് വിളിക്കുന്ന സമയത്ത് ആടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓത്തറിയുന്ന ഒരു മോനെയാണ്. അപ്പോൾ ഓത്തറിയുന്നൊരു മോനെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ടാവും. പൂർവ്വ വിദ്യാർത്ഥികളിൽ പെട്ട ഒരാളെ വിളിച്ചാൽ മതി, അല്ലെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ. നല്ല ഒരു ഖിറാഅത്ത്, അത് 2-3 മിനിറ്റിൽ ഖിറാഅത്ത്. പിന്നെ അദ്ദശൻ, പിന്നെ സ്വാഗതം. ആ സ്വാഗത ഭാഷണത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്തൊരു പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അങ്ങ് നീണ്ടുപോയി. 3/4 മണിക്കൂറോളമുള്ള നീണ്ടുപോയപ്പോൾ പിന്നെ ഒരു പ്രഭാഷകൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാ വെറുതെ ആ മജ്‌ലിസിൽ ക്ഷണിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കണം. അപ്പം മൊത്തത്തിലൊരു സ്വാഗതം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഇവിടെ വന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ്, എല്ലാവർക്കും ഒരു സന്തോഷം പറഞ്ഞ്, ഉസ്താദുമാർക്കും രക്ഷിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞ് അവരൊന്ന് സന്തോഷപ്പെടുത്തുക. അങ്ങനെയാകുമ്പോൾ പരിപാടിക്ക് മാറ്റുകൂടും. അപ്പോൾ ഒരു 5-8 മിനിറ്റിൽ ചുരുങ്ങിയൊരു സ്വാഗതം. പിന്നെ നല്ലൊരു ഉദ്ഘാടനമാണ് വേണ്ടത്. ഉദ്ഘാടനം ആ നാട്ടിലുള്ള ഒരു കാര്യപ്പെട്ടൊരു പ്രായമുള്ള ഉസ്താദുമാരോ സയ്യിദന്മാരോ അങ്ങനെയുള്ള ആളുകളോട് അവരെ കൊണ്ട് ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. അതും ഒരു 10 മിനിറ്റിൽ ചുവടെയായിട്ട് എന്നെ പറയണം. കാരണം നമ്മളെ ഈ രക്ഷിതാക്കളെല്ലാവരും വന്നത് കുട്ടികളുടെ പാട്ടും പ്രസംഗമൊക്കെ കേൾക്കാനാണ്. അത് പരിഗണിച്ചേ മതിയാകും. അന്നത്തെ ദിവസം കുട്ടിക്ക് അടിപൊട്ട് കൊടുക്കലാണ്. അവർ ബറക്കത്തിന് വേണ്ടി ഒരു ഉദ്ഘാടനം ഒരു 10 മിനിറ്റിൻ്റെ ചോടയായി ഒരു മദ്ഹ് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ആ പരിപാടിക്ക് മാറ്റുകൂടാണ്. അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടായാൽ നല്ലൊരു പരിപാടിയായി മാറാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കണം. പിന്നെ അന്നൊരു ഉത്ബോധനത്തിൻ്റെ ആവശ്യം എൻ്റെ കാഴ്ചപ്പാടിൽ അന്നേ ദിവസം ഇല്ല എന്നാണ്. കാരണം ഈ കുട്ടികളെല്ലാവരും നമ്മളെല്ലാവരും വന്ന് തന്നെ അന്ന് ഒരുമിച്ച് കൂടിയത് കുട്ടികളുടെ പാട്ടും ഒക്കെ കേൾക്കാനാണല്ലോ. അപ്പോൾ അതുവരെ ഉത്ബോധനങ്ങൾ ഉണ്ടാകുമല്ലോ. 1 മുതൽ 11 വരെ ഉത്ബോധനം. അന്നത്തെ ദിവസത്തിൽ ഇനി ഉത്ബോധനത്തിൽ വിളിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, പുറമൊന്നൊരാളെ കൊണ്ടുവന്നാൽ അയാൾക്കൊരു 1.5 മണിക്കൂർ അല്ല 2 മണിക്കൂറോളം പ്രഭാഷണം നടത്തണം. അപ്പോൾ 7:00 മടങ്ങി തുടങ്ങിയൊരു ഉത്ബോധനം വയല് 8:30-9:00 വരെ നീണ്ടുപോയി. പിന്നെ അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ പാട്ടും പ്രസംഗവും തുടങ്ങിയാൽ 11:30, 12:30, 1 മണി അങ്ങനെ അങ്ങ് നീണ്ടുപോകും. കുട്ടികൾ വളരെ ടയേർഡായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഈ ഉത്ബോധനം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് കാര്യപരിപാടിയിലേക്ക് നീങ്ങി കുട്ടികളെ പാട്ടിനോ പ്രസംഗത്തിനൊക്കെ വിളിക്കുക. ആ പരിപാടി നല്ല മാറ്റുകൂടും. ഇപ്പം പല സ്ഥലങ്ങളിലും കൂടുതൽ പരിപാടികളുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി പ്രധാനപ്പെട്ടത് മാത്രം മഗ്‌രിബിന് ശേഷമാക്കി മാറ്റും. എന്നാലും സമയം നീണ്ടുപോകും. അവിടെയൊക്കെ ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചാൽ ഒരു 5 മിനിറ്റിൽ ഒരു അധ്യക്ഷ പ്രസംഗം, ഒരു 8 മിനിറ്റ് കൊണ്ട് സ്വാഗതം, ഒരു ഉദ്ഘാടനവും ഒരു 5-8 മിനിറ്റ് 10ൻ്റെ ചോടയായി ഒരു ഉദ്ഘാടനം ചെയ്ത് മാഷാ അല്ലാഹ് അങ്ങ് തുടങ്ങിയാൽ കുട്ടികൾക്ക് റാഹത്തായിട്ട് പാടാൻ സമയമുണ്ടാവും. വലിയ ദീർഘനേരം നമുക്ക് പാട്ടൊക്കെ പാടി പിന്നെ സമ്മാന വിതരണങ്ങളുണ്ടാകും, സർട്ടിഫിക്കറ്റ് വിതരണങ്ങളുണ്ടാകും. അതിനൊക്കെ സമയം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പിന്നെ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും ഈ മീലാദോഘോഷ പരിപാടിയിൽ നബിദിന പ്രോഗ്രാമിൽ വന്നണഞ്ഞ രക്ഷിതാക്കളോട് ഒരിക്കലും തന്നെ മദ്രസിൻ്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ
അവരെ വേദനിപ്പിക്കുന്നവരെന്ന്. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ്. കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ കുട്ടികൾക്ക് പിന്നെ ഒരു പ്രോത്സാഹനം കൊടുക്കണം, ശ്രദ്ധിക്കണം എന്ന് 1-2 വരിയിൽ മാത്രം മതി. ആ വരി ചില ആളുകൾ അരമണിക്കൂറോളൊക്കെ ദേഷ്യം പിടിച്ച് പ്രഷർ കൂടി ഭയങ്കരമായി പിന്നെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് അങ്ങനാക്കി ഇങ്ങനാക്കി എന്ന്. അങ്ങനെയൊന്നും നബിദിനത്തിന് പാടില്ല. നബിദിനം സ്നേഹത്തിനാണ്, ഒരുമിച്ച് കൂടി. ആരംഭ റസൂൽ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി സ്നേഹമാണ്, കാരുണ്യമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയട്ടെ, പാടട്ടെ. നമ്മൾ പിന്നെ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. അവിടെ നമ്മൾ അവർക്കൊരു പ്രോത്സാഹനം കൊടുത്ത് രക്ഷിതാക്കൾക്ക് നമ്മളെല്ലാവരും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു നബിദിനാഘോഷ പരിപാടി ഗംഭീരമായിരിക്കും. അതുപോലെ തന്നെ ആദരിക്കൽ പരിപാടി മിക്കവാറും ഉണ്ടാവാറുണ്ട്. അത് നല്ലതാണ്, വളരെ നല്ലതാണ്. ഒരു നാട്ടിലെ ഒരാൾ, നമ്മുടെ മദ്രസയിൽ പഠിച്ചൊരാൾ, അവൻ ഡോക്ടറായി. എന്നാൽ അവൻ ഡോക്ടറായി വന്നാൽ അവനൊരു ആദരവ് കൊടുക്കുക, നാടിൻ്റെ ആദരവ്. ഒരു ഡോക്ടർ, നമ്മുടെ മദ്രസയിൽ പഠിച്ചൊരു വിദ്യാർത്ഥി ഡോക്ടറായി, ഒരു എഞ്ചിനീയറായി, ഒരു പ്രഭാഷകനായി, ഒരു എഴുത്തുകാരനായി. എന്നാൽ ആ കുട്ടികൾക്ക് അവർ വലുതായി, അവർക്ക് നല്ലൊരു സ്നേഹോപഹാരം നമ്മുടെ മജ്‌ലിസിൽ വെച്ച് കൊണ്ട് കൊടുക്കാം. അത് പത്തരമാറ്റാണ്. പരിപാടിക്ക് മാറ്റുകൂടുന്നു മാത്രമല്ല, ഒരു മഹല്ല് കമ്മിറ്റിയുടെ വലിയൊരു ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അപ്പം നമ്മൾ അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് അവർക്ക് നമ്മുടെ മദ്രസയിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇപ്പം ഡോക്ടറാകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ ആദരവ്, പിന്നെ പ്രായമുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടൊന്നൊരു ആദരവ് കൊടുത്താൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു സംഭവമായി തീരും. പിന്നെ പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാർക്ക് ഒരു ഷാള് കൊടുത്തിട്ട് ആദരിക്കുക. അതൊക്കെ നമ്മുടെ നബിദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാടിൽ ഇതൊക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ പത്തരമാറ്റായിരിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന സർട്ടിഫിക്കറ്റ് വിതരണങ്ങൾ, അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ പല സ്ഥലത്തോ പരിപാടിക്ക് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് വിളിച്ച് അത് അരമണിക്കൂർ ആ കുട്ടി വഴി സ്റ്റേജിൻ്റെ അപ്പുറത്ത് സദസ്സിലെവിടോ വായിക്കും. ആ മോനെ ഉറങ്ങിയെണീച്ച് ഇവിടെ എത്തുമ്പോൾ സമയം കുറേ അങ്ങ് പോകും. സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റും കുട്ടികളൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ടെന്ത് ചെയ്യുക, കുട്ടികളെ വിളിക്കുന്നു, കുട്ടികൾ ആദരവോടുകൂടെ കൈമാറുന്നു. അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. ഒരു നാടിൻ്റെ ഉസ്താദുമാരുടെ ഹദറത്തിൽ വെച്ചിട്ട് നമ്മൾ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവമാണ്. അപ്പം അൽഹംദുലില്ലാ അത് നേരത്തെ തയ്യാർ ചെയ്ത് വെച്ചാൽ ഭയങ്കര സമയങ്ങൾ കുറേ ലാഭിക്കാൻ കഴിയും. അത് നമ്മുടെ ചിട്ടയുള്ള ഒരടക്കമുള്ളൊരു ഘോഷയാത്ര പരിപാടി നബിദിന പരിപാടിയാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അതുപോലെ തന്നെ സദസ്സുകളിൽ, മജ്‌ലിസുകളിൽ എപ്പോഴും അത് നബിദിന ആഘോഷ പരിപാടി എന്ന് മാത്രമല്ല, മജ്‌ലിസുകളിൽ എപ്പോഴും നമ്മളൊരു വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. വാട്ടർ ബോട്ടിൽ കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ. കാരണം കുറേ നേരം ഇരിക്കുന്ന സമയത്ത് ദാഹം ഉണ്ടാവും. അപ്പം വെള്ള സൗകര്യങ്ങൾ, ചിലയിടത്തൊക്കെ കാപ്പി സൗകര്യങ്ങൾ, ചീരണി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ആരംഭ റസൂലിനെ സന്തോഷിപ്പിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സദസ്സുകളിലുണ്ടായാൽ സദസ്സ് ഗംഭീരമായിത്തീരും, മാറ്റുകൂടും, ഒരു ബോറടിക്കൂല എന്നതും നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ സമ്മാന വിതരണങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുക. നല്ല സമ്മാനം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാടിയിട്ടല്ലേ കൊടുത്തോളി. ആരംഭ റസൂലിനെ സന്തോഷിപ്പിക്കലാണ്. റസൂലുള്ളാഹിയുമായി പ്രത്യേകിച്ച് മക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തൊരു വാത്സല്യമാണ് റസൂലുള്ളാഹിക്ക് എന്ന് പറയുമോ. മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര വാത്സല്യമാണ്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ആ മക്കൾക്ക് നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക, റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കലാണ്. അതുപോലെ തന്നെ സ്ത്രീജനങ്ങളോട്, ഭാര്യമാരോട് നല്ല വർത്തമാനം പറയുക. അത് മുസ്തഫ നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്.
അവരെ സന്തോഷിപ്പിക്കുക. സയ്യിദനാ വ ഹബീബനാ റസൂലുള്ളാഹി. അങ്ങനെ എല്ലാ വിഷയത്തിലും കാരുണ്യം കാണിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മഹത്തരമായിരിക്കുന്ന മീലാദോപശ പരിപാടിയിൽ എല്ലാവരും നല്ല ഉഷാറായി ആരംഭ റസൂലിനെ സ്നേഹിച്ച് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ മഹബത്ത് വെക്കുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തിയാൽ. സയ്യിദനാ വ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കുക. ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം, ആ മഹബത്ത് വർദ്ധിപ്പിക്കുവാൻ സ്വലാത്ത് ഒരു കാരണമാണ്. റസൂലുള്ളാഹിന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂലാകുന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള അതിരറ്റ സ്നേഹം, ആ ഒരു മഹബത്ത് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കാരണമാണ്. നബി തങ്ങളുടെ സ്വഹാബത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ടു, വല്ലാതെ സ്നേഹിച്ചെന്ന് മാത്രമല്ല ആ പൂമുഖം എപ്പോഴും കാണുവാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ദിവസം പള്ളിയിലേക്ക് വന്നു. വളരെ വിഷമത്തിലാണ്, മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത പ്രയാസം കണ്ടു. ആരംഭ റസൂൽ ചോദിച്ചു, സൗബാനെ എന്താ നിങ്ങൾക്കൊരു പ്രയാസം? അപ്പോൾ ബഹുമാനപ്പെട്ട സൗബാന്തങ്ങൾ പറഞ്ഞു, മുസ്തഫ നബിയെ, ഞാൻ കുറേ അങ്ങോട്ട് ആലോചിച്ചു, എനിക്ക് തങ്ങളെ വിട്ട് പോവാൻ കഴിയുന്നില്ല, എനിക്ക് തങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നേരം റസൂലേ ഹബീബേ തങ്ങളെ കാണാതിരുന്നാൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നു. അപ്പോൾ ഞാൻ ആഖിറത്തിനെ പറ്റി ചിന്തിച്ചു. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളെ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ അവിടെ നിന്ന് എത്രയോ അമ്പിയാക്കന്മാരോട് കൂടെയല്ലേ ഉണ്ടാവുക, എനിക്കവിടെ കാണാൻ കഴിയുമോ എന്നൊരു വേജാറെന്നെ പിടികൂടി. ഞാൻ വല്ലാത്ത ടെൻഷനിലാണ് തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം ഓതിക്കൊടുത്തു. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന മഹത്തരമായ വചനം ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തു. സൗബാൻ പേടിക്കണ്ട, ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ച മഹാന്മാരോടുകൂടെ, മിനൻ നബിയ്യീൻ നബിമാരോടുകൂടെയാണവർ, സുദ്ദീഖീങ്ങളോടുകൂടെയാണവർ, ശുഹദാക്കളോടുകൂടെയാണവർ, സ്വാലിഹീങ്ങളോടുകൂടെയാണവർ എന്നുള്ള വചനം ഓതിക്കൊടുത്തപ്പോൾ മഹാനായ സൗബാന തങ്ങൾക്ക് സന്തോഷമായി പോയി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളമായി സ്നേഹിക്കുക, മഹബത്ത് വെക്കുക, സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക, റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നബി തങ്ങളുടെ ഇഷ്ടം, ആ ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കുക. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഈ ചാനൽ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മർ റഹീമായ റബ്ബ് അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റി സന്തോഷവും സമാധാനവും റാഹത്തുമുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ.